കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിൽ നടത്തിയ കനത്ത മിസൈൽ ആക്രമണത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ലോകമെമ്പാടും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള, പരീക്ഷിക്കപ്പെടാത്ത രീതിയിലുള്ള കനത്ത മിസൈൽ ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 200ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് 1 മണിക്കൂറുകളോളം നേരം ഇസ്രായേലിനെ സ്തംഭിപ്പിക്കാൻ ഇറാന് കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഭയാശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ചെറുത്തുനിൽപ്പ് സംഘങ്ങളെ പിന്തുണച്ചുകൊണ്ടും ഇസ്മായിൽ ഹനിയയുടെയും അതോടൊപ്പം തന്നെ ഹസൻ നസ്രുള്ളയുടെയും കൊലപാതകത്തിനും അവരെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിനും പ്രതികാരമായിട്ടാണ് ഇറാൻ ഇത്തരമൊരു ആക്രമണം നടത്തിയിരിക്കുന്നത്. തങ്ങളുടെ ആക്രമണത്തിന്റെ ലക്ഷ്യങ്ങൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിലെ സൈനിക താവളങ്ങളും അതോടൊപ്പം തന്നെ വ്യോമത്താവളങ്ങളും മൊസാദിന്റെ ആസ്ഥാനവും മാത്രമാണെന്നും തങ്ങൾ ഒരിക്കലും സിവിലിയൻസിനെ ലക്ഷ്യം വെച്ചിട്ടുള്ളതെന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഇത് വിലയിരുത്തപ്പെടുന്നത് ഇസ്രായേലിലെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങളും അതോടൊപ്പം തന്നെ മൊസാദിന്റെ ആസ്ഥാനവും ഇസ്രായേലി സൈനിക ബേസും ഇറാന്റെ മാർക്കിങ്ങിൽ ഉണ്ടെന്നാണ്. കാരണം മണിക്കൂറുകളോളം നിലനിന്ന ഈ ഒരു ആക്രമണത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇസ്രായേൽ നെട്ടി വിറക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം തങ്ങളുടെ അത്യാധുനിക അയൺ ഡോം അടക്കമുള്ള സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കിയാണ് ഇറാൻ ഇത്തരത്തിൽ വലിയൊരു ആക്രമണം, ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ നടത്തിയത്. ഇത് മനസ്സിലാക്കുന്നത് അമേരിക്കയുടെ പിന്തുണയുണ്ടായിട്ടും അയൺ ഡോമുകളുടെ സംരക്ഷണം ഉണ്ടായിട്ടും അതിനെയൊക്കെ മറികടക്കാൻ ഇറാന്റെ ആയുധങ്ങൾക്ക്, മിസൈലുകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ്. ഇറാൻ അതിനുശേഷം വ്യക്തമാക്കിയിട്ടുള്ളത് ഏതെങ്കിലും രീതിയിലുള്ള തിരിച്ചടികൾക്ക്, പ്രതികാരങ്ങൾക്ക് ഇസ്രായേൽ മുതിർന്നാൽ ഇസ്രായേലിനെ നാമാവശേഷമാക്കാനുള്ള ആയുധങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ഇസ്രായേലി നഗരങ്ങളെ പ്രേത നഗരങ്ങളാക്കി തങ്ങൾ മാറ്റുമെന്നുള്ള ശക്തമായ, അതിശക്തമായ മുന്നറിയിപ്പും ഇറാൻ നൽകുന്നുണ്ട്. ഇറാൻ ഈ വിഷയത്തിൽ ചെയ്ത കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് പോരാട്ട സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം, ചെറുത്തുനിൽപ്പ് സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതാണ്. ഈ ഇത്തരം ചെറുത്തുനിൽപ്പ് സംഘങ്ങൾക്ക്, ഹമാസ് അടക്കമുള്ള, ഹിസ്ബുള്ള അടക്കമുള്ള ചെറുത്തുനിൽപ്പ് സംഘങ്ങൾക്ക്, അതോടൊപ്പം തന്നെ ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പും യമനിലെ അൻസാറുള്ള ഹൂത്തികൾക്കടക്കം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇറാൻ ഇത്തരം ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. ഇത്തരം ചെറുത്തുനിൽപ്പ് സംഘങ്ങൾക്കാകെ ആത്മവിശ്വാസം കൊടുക്കാൻ ഈ ഒരു സംഭവത്തോടു കൂടി ഇറാന് സാധിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ആക്രമണം എന്നുള്ളത് ഫലസ്തീനിലും അതോടൊപ്പം തന്നെ ലെബനനിലും ജോർദാനിലും അടക്കം യുവാക്കളും ജനങ്ങളും ആഘോഷിക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മണിക്കൂറുകളിലും അവിടങ്ങളിൽ ആഘോഷങ്ങൾ തുടരുകയാണ്. ഇസ്രായേലിനെ ഒരു പരമാധികാര രാജ്യം അറേബ്യൻ യുദ്ധത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരം വലിയ ആക്രമണം നടത്തുന്നുള്ളത്. ഇത് മിഡിൽ ഈസ്റ്റിൽ ഒന്നാകെ ഇറാന്റെ ഖ്യാതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം ഹസൻ നസ്രുള്ളയുടെയും ഇസ്മായിൽ ഹനിയയുടെയും രക്തസാക്ഷിത്വത്തിന് പകരമായിട്ടാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത്. അതിൽ ഒരു മിസൈലിൽ ഇറാനിൽ നിന്നും തൊടുത്തിട്ട് വിട്ടിട്ടുള്ള മിസൈലിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇസ്മായിൽ ഹനിയയുടെ പേരാണ്. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് ടെഹ്റാനിൽ വെച്ച് ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണത്തിന് ഞങ്ങൾ പ്രതികാരം ചെയ്യുന്നു എന്ന് ആലേഖനം ചെയ്ത മിസൈലുകൾ അടക്കം ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തു വിട്ടിട്ടുണ്ട്. ഇറാനിലെ മിസൈൽ തൊടുത്തു വിട്ടിട്ടുള്ള മിലിറ്ററി ആസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് അവിടെ ചുമരിൽ ഇസ്മായിൽ ഹനിയയുടെയും അതോടൊപ്പം തന്നെ ഹസൻ നസ്രുള്ളയുടെയും ഫോട്ടോകൾ പതിപ്പിച്ചിട്ടുണ്ട്. ഇത് വ്യക്തമാക്കുന്നുള്ളത് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ മണിക്കൂറുകളിൽ പോലും ഇസ്രായേൽ തിരിച്ചടിക്കാനോ അല്ലെങ്കിൽ അമേരിക്കൻ ശക്തികളിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം വ്യാപകമായ മണിക്കൂറുകളോളം ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ ഹിസ്ബുള്ള അടക്കം
യമനിലെ ഹൂത്തികളെയും അടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിലെ സൈറണുകൾക്ക് നിലയ്ക്കാത്ത പ്രവാഹമുണ്ടാവുകയും അയൺ ഡോമുകൾ കൂടുതൽ സമയം പണിയെടുക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് കൃത്യമായിട്ട് ഇറാൻ ഇത്തരം ഒരു വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നുള്ളത്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിനാശകരമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ടെൽ അവീവിൽ വെച്ച് ഒരു ശക്തമായ വെടിവെപ്പുണ്ടായ സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏകദേശം 10ഓളം ഇസ്രായേലികൾ കൊല്ലപ്പെട്ടുവെന്നും നിരവധി പേർക്ക് പരിക്കേറ്റെന്നും പറയപ്പെടുന്നുണ്ട്. ഇതിന്റെ ഉത്തരവാദിത്വം ഹമാസിന്റെ സൈനിക വിഭാഗമായ ഇസുദ്ദീൻ അൽ ഖസാമിന്റെ 2 പോരാളികളാണ് ഇത്തരം ഒരു ആക്രമണം നടത്തിയത് എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒക്ടോബർ 7 തൂഫാൻ അൽ അക്സയ്ക്ക് 1 വർഷം പൂർത്തിയാകുന്ന ഈ സാഹചര്യത്തിൽ യുദ്ധത്തിന്റെ മുഖം മാറുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമാധികാരത്തെ പലതവണ ഇസ്രായേൽ ലംഘിച്ചിട്ടുണ്ട്. അവരെ നാണം കെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കൊണ്ടാണ് ഇത്തരം ഒരു കടുത്ത ആക്രമണത്തിലേക്ക് ഇറാൻ നീങ്ങിയിട്ടുള്ളത്. ഏതെങ്കിലും രീതിയിൽ ഇതിന് പ്രതികാരമോ പ്രതിഫലനമോ ഉള്ള നടപടികൾ ഉണ്ടായാൽ ഇതിനേക്കാൾ കൂടുതൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുന്ന ആക്രമണങ്ങൾ അതിശക്തമായി തുടരുമെന്ന് ഇറാൻ പറഞ്ഞു വെക്കുമ്പോൾ മുഴുവൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളെയും തങ്ങൾ പിന്തുണക്കുന്നുവെന്നുള്ള സന്ദേശം കൂടി ഇറാൻ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവിധ ഭാഗങ്ങളിൽ ഇറാനിന് നേരെ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ അമേരിക്കൻ വ്യോമത്താവളങ്ങളും അതോടൊപ്പം തന്നെ ഇറാൻ പറഞ്ഞിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ ഈ അമേരിക്കൻ സഖ്യകക്ഷികളായ രാജ്യങ്ങളുടെ അമേരിക്കൻ ബേസുകളൊക്കെ തങ്ങളുടെ ആക്രമണങ്ങൾക്ക് അല്ലെങ്കിൽ തങ്ങൾക്ക് നേരെ ഉണ്ടായ ഏതെങ്കിലും ആക്രമണങ്ങൾ നടത്തുകയാണെങ്കിൽ അതിന് പ്രത്യാഘാതങ്ങളും വിലകളും നൽകേണ്ടി വരുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ മുന്നോട്ട് വെക്കുന്ന അതിശക്തമായ ഇസ്രായേലിൻ അമേരിക്കൻ വിരുദ്ധ ചേരിക്കുള്ള പിന്തുണ അറബ് സ്ട്രീറ്റിൽ നിന്നും കൂടുതൽ ലഭിക്കുന്ന കാഴ്ചകളും കഴിഞ്ഞ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഇസ്രായേൽ നടത്തിയിട്ടുള്ള കരയാക്രമണത്തിൽ അതിശക്തമായ തിരിച്ചടിയാണ് ലെബനിൽ നിന്നും ഹിസ്ബുള്ളയുടെ അടുത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിരവധി ഇസ്രായേലി സൈനികർ മരണപ്പെട്ടുവെന്നും അതോടൊപ്പം തന്നെ നിരവധി സൈനികർക്ക് കൊല്ലപ്പെട്ടുവെന്നുമുള്ള വാർത്തകളും അവരെ ഇവാക്യുവേറ്റ് ചെയ്യാൻ ഹെലികോപ്റ്ററുകളും ആംബുലൻസുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെന്നു കൊണ്ടുപോകുന്നുള്ളത് കൃത്യമായിട്ട് ഈ തുഫാൻ അൽ അക്സയ്ക്ക് 1 വർഷം പൂർത്തിയാകുന്ന സമയത്ത് ചെറുത്തുനിൽപ്പ് സംഘങ്ങളും അതോടൊപ്പം തന്നെ അതിനെ പിന്തുണക്കുന്ന ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളും അതിശക്തമായ ഒരു മുന്നേറ്റം ഈ മണിക്കൂറുകളിൽ നടത്തുന്നുവെന്നാണ്. ഇന്നത്തെ ദിവസവും ഇസ്രയേലിന്റെ എല്ലാ നഗരങ്ങളിലും അതിശക്തമായ വ്യോമാക്രമണങ്ങൾ ഈ രാജ്യങ്ങൾ ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സൈറനുകൾ വടക്കൻ അധിനിവേശ പലസ്തീനിലും അതോടൊപ്പം തന്നെ തെൽഹവീവിലും മുഴങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജീവിതം നയിക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ ഇറാനിലും ഇറാന്റെ അടുത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ ചെറുത്തുനിൽപ്പ് സംഘങ്ങളുടെ അടുത്തു നിന്നുള്ള ആക്രമണങ്ങൾ കൊണ്ട് ഇസ്രായേൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങൾ അതിശക്തമായ പ്രതിരോധങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ആക്രമണങ്ങളെയൊക്കെ ചെറുക്കേണ്ട ആവശ്യകതയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ അമേരിക്കൻ അടക്കമുള്ള സഖ്യങ്ങൾ ഈ ഒരു ആക്രമണത്തെ തടയാനോ ചെറുക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നതും ഇതിന്റെ ഇസ്രായേലിന്റെ ഭയം വർദ്ധിപ്പിക്കുന്നു.